നമസ്കാരം. വേദം കേൾക്കുന്നവന്റെ ചെവിയിൽ ഈയം ഉരുക്കി പാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രേ. വേദം കേൾക്കാനേ പാടില്ലെന്ന്. ആർക്ക്? ശൂദ്രൻ. അങ്ങനെ കേട്ടുപോയാൽ അവന്റെ ചെവിയിൽ ഈയം ഉരുക്കിപ്പാരണമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അത് സ്മൃതിയുടെ കാലഘട്ടത്തിൽ. മനുസ്മൃതി എന്ന് പറയുന്നത് മനുവിൻ്റെ, അങ്ങനെ ഒരു രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഭരണം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഘടനയാണ് മനുസ്മൃതി. സ്മൃതികൾ ഒരുപാടുണ്ട്. ആ കാലഘട്ടത്തിൽ രാജാക്കന്മാരൊക്കെ അവരുടെ ഭരണ നിർവഹണത്തിന് വേണ്ടിയിട്ട് നിരവധിയായ സ്മൃതികൾ ഉണ്ടായിട്ടുണ്ട്. മനുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ് മനുസ്മൃതി. അതിന് ആ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം മാത്രമേ ഉള്ളൂ. ഇപ്പോഴതിന് യാതൊരുവിധ പ്രാധാന്യവും കൊടുക്കേണ്ടതായിട്ടുമില്ല. അത് തിരിച്ചു കൊണ്ടുവരാൻ ഒരാൾക്കും കഴിയുകയുമില്ല. അത് തിരിച്ചു കൊണ്ടുവരാനാണ് ചിലരൊക്കെ ശ്രമിക്കുന്നത് എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. അത് സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇവരൊരു ഘടനയുണ്ട്. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് അവരുടേതായ നിയമങ്ങളും കാര്യങ്ങളും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഭരണഘടന. അതിൻ്റെ മുന്നേ രാജാക്കന്മാർക്ക് അവരുടെ ഭരണങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഘടന, അവരുടേതായ ഭരണഘടന, ഭരണ സംവിധാനങ്ങൾ. എന്നതിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടേതായി നമ്മൾ അംഗീകരിച്ച ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തിനായിട്ടുള്ള ഒരു ഘടന, ഭരണഘടന, അതിവിടെ ഇപ്പോഴും വളരെ ഭംഗിയായും സുന്ദരമായും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിൽക്കുന്ന നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന രാജാക്കന്മാർ മുന്നോട്ട് വെച്ചിരുന്ന നിയമങ്ങളെയും അല്ലെങ്കിൽ അത്തരം ഭരണഘടനയെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതാണ് ഇനി ഇവിടെ നടപ്പാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിനെന്ത് പ്രാധാന്യമാണ് ഉണ്ടാകുക? നിരവധി പേരുടെ ജീവത്യാഗത്തിന്റെ ഫലമായി സ്വാതന്ത്ര്യം നേടി നമ്മുടെ അംബേദ്കറെ പോലെയുള്ള ആളുകൾ നമുക്ക് നിർമ്മിച്ചു നൽകിയ ഭരണഘടനയ്ക്കാണ് നാം ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനാണ് ഏറ്റവും പ്രാധാന്യവും. അല്ലാതെ മുമ്പ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ രാജാക്കന്മാരോ കൊണ്ടുവന്ന ഒരു നിയമത്തിനല്ല അതിനൊരു പ്രാധാന്യവുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്കാണ് പ്രാധാന്യം. എന്നതുപോലെ തന്നെ ഏതോ കാലഘട്ടത്തിൽ മനു എന്ന രാജാവ് അവിടെ ഭരണം നടത്തിയപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ മനു എന്ന മനുസ്മൃതി എങ്ങനെയാണ് ഇക്കാലഘട്ടത്തിൽ പ്രാധാന്യമുണ്ടാകുക? എങ്ങനെയാണ് അത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുക? അത് സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കണം. എന്താണ് സത്യത്തിൽ നമ്മുടെ ശ്രുതികൾ പറഞ്ഞിരിക്കുന്നത് എന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ശ്രുതികൾ അത് എക്കാലത്തും പ്രാധാന്യം അറിയിക്കുന്നതാണ്. സ്മൃതികൾക്ക് ആ സമയത്തിൻ്റെ, ആ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യമാണെങ്കിൽ ശ്രുതികളെ നാം എന്നും പ്രാധാന്യത്തോടു കൂടി കാണുന്നു. വേദങ്ങളെ, ഇതിഹാസങ്ങളെ, പുരാണങ്ങളെ ഒക്കെ, ഉപനിഷത്തുകളെ ഒക്കെ നാം ഇക്കാലഘട്ടത്തിൻ്റെ പ്രാധാന്യത്തോടു കൂടി കാണുന്നു. നാളെയും അതിന് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടാവുകയും ചെയ്യും. അത് എല്ലാം ശ്രുതികളാണ് എന്നുള്ളതാണ്. വേദത്തിൽ, യജുർവേദത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഇക്കാര്യത്തെക്കുറിച്ച്. 26-ാം അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകം പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഏതേ മാം വാചം കല്യാണി മാവതാനി ജനേഭ്യ ബ്രഹ്മരാജാന്യാഭ്യാം ശൂദ്രായ ചാര്യായ ച സ്വായ ചാരണായ ച പ്രിയോ ദേവാനാം ദക്ഷിണായേ ദാദൂരിഹ ഭൂയാ സമയം മേ കാമ സംയുദ്ധ്യാദാമുമ
മാതോ നമതു എന്നാണ് നമ്മുടെ ശ്രുതി, അതായത് വേദത്തിലെ യജുർവേദത്തിലെ 26-ാം അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകം പറയുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ത്തേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ശ്രുതിക്കാണ്, അതായത് യജുർവേദത്തിലെ അതുമായി ബന്ധപ്പെട്ട് ഈ ശ്ലോകത്തിനാണ്. 26-ാം അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകത്തിനാണ്. എന്താ, എല്ലാവരും വേദം ചൊല്ലട്ടെ. യഥേമാം വാചം കല്യാണിമാവദാനി ജനേഭ്യ. ഇനി അടുത്തത് ബ്രഹ്മരാജന്യഭ്യാം ശൂദ്രായ ചര്യായ ച സ്വായ ചാരണായ ച. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ഒരുപോലെ വേദം പഠിച്ചാൽ മാത്രം പോരാ, പഠിപ്പിക്കുകയും ചെയ്യണമെന്നാണ്. എല്ലാവരും, ബ്രാഹ്മണരും ശൂദ്രരും ക്ഷത്രിയരും വൈശ്യരുമെല്ലാം വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്നാണ് നമ്മുടെ വേദം യജുർവേദത്തിൽ നമ്മോട് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് പണ്ടേതോ കാലത്ത് ആരോ പറഞ്ഞ കാര്യത്തിന് ഇന്നും പ്രസക്തി ഉണ്ടാകുക? അത് എങ്ങനെയാണ് നടപ്പിലാകാൻ പോകുന്നത്? നടക്കില്ല. അതേസമയത്ത് ഈ ശ്രുതിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അതാണ് നടപ്പിലാകുകയും നടപ്പിലാക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യേണ്ടത്. എന്നിട്ട് പറയുന്നു, പ്രിയോ ദേവാനാം ദക്ഷിണായേ ദാദൂരിഹ പൂയാ സമയം മേ കാമ. സമൂഹത്തിൽ ഏറ്റവും താഴെ വസിക്കുന്നത് ആ വിഭാഗവും ഈ മംഗളകരമായ വേദവാണിയെ സ്വീകരിക്കട്ടെ. സമൂഹത്തിലെ ഏറ്റവും താഴെ നിൽക്കുന്നവരും വേദം വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യട്ടെ എന്നാണ് യജുർവേദം പറയുന്നത്. എന്നിട്ട് പറയുന്നു, എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുകയും ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യട്ടെ. സമിദ്യാദാമുമ മാതോ നമതു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം അവസാനിക്കുകയും ചെയ്യുന്നത്. അതായത് എല്ലാവരും വേദം ചൊല്ലട്ടെ, ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ഒരുപോലെ വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യട്ടെ. ആരാണോ സമൂഹത്തിൽ ഏറ്റവും താഴെ വസിക്കുന്നത് ആ വിഭാഗവും ഈ മംഗളകരമായ വേദവാണിയെ സ്വീകരിക്കട്ടെ. വേദമറിയുന്നവർക്കും ലോകത്തിനും ഞാൻ ഉപകാരമായി തീരട്ടെ. എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുകയും ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യട്ടെ എന്നാണ് 26-ാം അധ്യായത്തിൽ യജുർവേദത്തിലെ 2-ാമത്തെ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത്. പോരേൻ്റെ ഋഷി, ദേവത, ഇതൊക്കെ തന്നെ വൃത്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. ആ ശ്ലോകം ഒന്നുകൂടി ഇതാ പറയാം. യഥേമാം വാചം കല്യാണിമാവദാനി ജനേഭ്യ ബ്രഹ്മരാജന്യഭ്യാം ശൂദ്രായ ചാര്യായ ച സ്വായ ചാരണായ ച പ്രിയോ ദേവാനാം ദക്ഷിണായേ ദാദൂരിഹ പൂയാ സമയം മേ കാമം സമൃദ്ധ്യാദാമുപ മാതോ നമതു. ഇതാണ് നമ്മൾ ശ്രുതി എന്ന് പറയുന്ന യജുർവേദത്തിൽ, ശ്രുതികളായിട്ടുള്ള വേദേതിഹാസങ്ങളിൽ വേദത്തിലെ യജുർവേദ 4 വേദങ്ങളിൽ യജുർവേദത്തിലെ 26-ാം അധ്യായത്തിൽ പറയുന്നത്. ഇതിനാണ് നാം പ്രാധാന്യം കൊടുക്കുന്നതും പ്രാവർത്തികമാക്കേണ്ടതും. അല്ലാതെ പണ്ടേതോ കാലത്ത് ഏത് രാജാവ് ഭരണം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയ ഒരു ഭരണഘടനയ്ക്കല്ല, മനുസ്മൃതിക്കല്ല നാം പ്രാധാന്യം കൊടുക്കുന്നത്. ശ്രുതികൾക്കാണ്, വേദ ഇതിഹാസ പുരാണങ്ങൾക്കാണ് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങളെ എടുത്തുകൊണ്ടുവന്ന് വിമർശിക്കാൻ ശ്രമിക്കുന്നവർക്ക് ചുട്ട മറുപടിയാണ് ഈ വേദത്തിലെ ഈ
ശ്ലോകം എന്ന് നാം മനസ്സിലാക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്കാരം. വേദം കേൾക്കുന്നവന്റെ ചെവിയിൽ ഈയം ഉരുക്കി പാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്രേ. വേദം കേൾക്കാനേ പാടില്ല. ആർക്ക്? ശൂദ്രൻ. അങ്ങനെ കേട്ടുപോയാൽ അവന്റെ ചെവിയിൽ ഈയം ഉരുക്കി പാരണമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അത് സ്മൃതിയുടെ കാലഘട്ടത്തിൽ. മനുസ്മൃതി എന്ന് പറയുന്നത് മനുവിന്റെ, അങ്ങനെ ഒരു രാജാവിന്റെ കാലഘട്ടത്തിൽ ഭരണം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഘടനയാണ് മനുസ്മൃതി. സ്മൃതികൾ ഒരുപാടുണ്ട്. ആ കാലഘട്ടത്തിൽ രാജാക്കന്മാരൊക്കെ അവരുടെ ഭരണ നിർവഹണത്തിന് വേണ്ടിയിട്ട് നിരവധിയായ സ്മൃതികൾ ഉണ്ടായിട്ടുണ്ട്. മനുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ് മനുസ്മൃതി. അതിന് ആ കാലഘട്ടത്തിന്റെ പ്രാധാന്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതിന് യാതൊരുവിധ പ്രാധാന്യവും കൊടുക്കേണ്ടതായിട്ടുമില്ല. അത് തിരിച്ചു കൊണ്ടുവരാൻ ഒരാൾക്കും കഴിയുകയുമില്ല. അത് തിരിച്ചു കൊണ്ടുവരാനാണ് ചിലരൊക്കെ ശ്രമിക്കുന്നത് എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. അത് സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇവരൊരു ഘടനയുണ്ട്. ബ്രിട്ടീഷുകാര് ഭരിക്കുന്ന സമയത്ത് അവരുടേതായ നിയമങ്ങളും കാര്യങ്ങളും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഭരണഘടന. അതിന്റെ മുന്നേ രാജാക്കന്മാർക്ക് അവരുടെ ഭരണങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഘടന, അവരുടേതായ ഭരണഘടന, ഭരണ സംവിധാനങ്ങൾ. എന്നതിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മുടേതായി നമ്മൾ അംഗീകരിച്ച ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തിനായിട്ടുള്ള ഒരു ഘടന, ഭരണഘടന, അതിവിടെ ഇപ്പോഴും വളരെ ഭംഗിയായും സുന്ദരമായും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിൽക്കുന്ന നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർ മുന്നോട്ട് വെച്ചിരുന്ന നിയമങ്ങളെയും അല്ലെങ്കിൽ അത്തരം ഭരണഘടനയെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതാണ് ഇനി ഇവിടെ നടപ്പാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിനെന്ത് പ്രാധാന്യമാണ് ഉണ്ടാകുക? നിരവധി പേരുടെ ജീവത്യാഗത്തിന്റെ ഫലമായി സ്വാതന്ത്ര്യം നേടി നമ്മുടെ അംബേദ്കറെ പോലെയുള്ള ആളുകൾ നമുക്ക് നിർമ്മിച്ചു നൽകിയ ഭരണഘടനയ്ക്കാണ് നാം ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനാണ് ഏറ്റവും പ്രാധാന്യവും. അല്ലാതെ മുമ്പ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ രാജാക്കന്മാരോ കൊണ്ടുവന്ന ഒരു നിയമത്തിനല്ല അതിനൊരു പ്രാധാന്യവുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്കാണ് പ്രാധാന്യം. എന്നതുപോലെ തന്നെ ഏതോ കാലഘട്ടത്തിൽ മനു എന്ന രാജാവ് അവിടെ ഭരണം നടത്തിയപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ മനു എന്ന മനുസ്മൃതി എങ്ങനെയാണ് ഇക്കാലഘട്ടത്തിൽ പ്രാധാന്യം ഉണ്ടാകുക? എങ്ങനെയാണ് അത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുക? അത് സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കണം. എന്താണ് സത്യത്തിൽ നമ്മുടെ ശ്രുതികൾ പറഞ്ഞിരിക്കുന്നത് എന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ശ്രുതികൾ അത് എക്കാലത്തും പ്രാധാന്യം അറിയിക്കുന്നതാണ്. സ്മൃതികൾക്ക് ആ സമയത്തിന്റെ, ആ കാലഘട്ടത്തിന്റെ പ്രാധാന്യമാണെങ്കിൽ ശ്രുതികളെ നാം എന്നും പ്രാധാന്യത്തോടു കൂടി കാണുന്നു. വേദങ്ങളെ, ഇതിഹാസങ്ങളെ, പുരാണങ്ങളെ ഒക്കെ, ഉപനിഷത്തുകളെ ഒക്കെ നാം ഇക്കാലഘട്ടത്തിന്റെ പ്രാധാന്യത്തോടു കൂടി കാണുന്നു. നാളെയും അതിന് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടാവുകയും ചെയ്യും. അത് എല്ലാം ശ്രുതികളാണ് എന്നുള്ളതാണ്. വേദത്തിൽ, യജുർവേദത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഇക്കാര്യത്തെക്കുറിച്ച്. 26-ാം അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകം പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഏതേമാം വാചം കല്യാണിമാവതാനി ജനേഭ്യ ബ്രഹ്മരാജാന്യാഭ്യാം ശൂദ്രായ ചാര്യായ ച സ്വായ ചാരണായ ച പ്രിയോ ദേവാനാം ദക്ഷിണായേ ദാദൂരിഹ
ഭൂയാ സമയം മേ കാമ സംയദ്യാദാമുമ മാതോ നമതു എന്നാണ് നമ്മുടെ ശ്രുതി, അതായത് വേദത്തിലെ യജുർവേദത്തിലെ 26-ാം അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകം പറയുന്നു. അതുകൊണ്ട് നമുക്കറിയാം, മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ത്തേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ശ്രുതിക്കാണ്, അതായത് യജുർവേദത്തിലെ അതുമായി ബന്ധപ്പെട്ട് ഈ ശ്ലോകത്തിനാണ്. 26-ാം അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകത്തിനാണ്. എന്താ, എല്ലാ പേരും വേദം ചൊല്ലട്ടെ. യഥേമാം വാചം കല്യാണിമാവതാനി ജനേഭ്യ. ഇനി അടുത്തത് ബ്രഹ്മരാജന്യഭ്യാം ശൂദ്രായ ചര്യായ ച സ്വായ ചാരണായ ച. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ഒരുപോലെ വേദം പഠിച്ചാൽ മാത്രം പോരാ, പഠിപ്പിക്കുകയും ചെയ്യണമെന്നാണ്. എല്ലാവരും, ബ്രാഹ്മണരും ശൂദ്രരും ക്ഷത്രിയരും വൈശ്യരുമെല്ലാം വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്നാണ് നമ്മുടെ വേദം യജുർവേദത്തിൽ നമ്മോട് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് പണ്ടേതോ കാലത്ത് ആരോ പറഞ്ഞ കാര്യത്തിന് ഇന്നും പ്രസക്തി ഉണ്ടാകുക? അത് എങ്ങനെയാണ് നടപ്പിലാകാൻ പോകുന്നത്? നടക്കില്ല. അതേസമയത്ത് ഈ ശ്രുതിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അതാണ് നടപ്പിലാകുകയും നടപ്പിലാക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യേണ്ടത്. എന്നിട്ട് പറയുന്നു, പ്രിയോ ദേവാനാം ദക്ഷിണായേ ദാതൂരിഹ പൂയാ സമയം മേ കാമ. സമൂഹത്തിൽ ഏറ്റവും താഴെ വസിക്കുന്നത് ആ വിഭാഗവും ഈ മംഗളകരമായ വേദവാണിയെ സ്വീകരിക്കട്ടെ. സമൂഹത്തിലെ ഏറ്റവും താഴെ നിൽക്കുന്നവരും വേദം വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യട്ടെ എന്നാണ് യജുർവേദം പറയുന്നത്. എന്നിട്ട് പറയുന്നു, എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുകയും ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യട്ടെ. സമിദ്യാദാമുമ മാതോ നമതു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം അവസാനിക്കുകയും ചെയ്യുന്നത്. അതായത് എല്ലാവരും വേദം ചൊല്ലട്ടെ, ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ഒരുപോലെ വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യട്ടെ. ആരാണോ സമൂഹത്തിൽ ഏറ്റവും താഴെ വസിക്കുന്നത് ആ വിഭാഗവും ഈ മംഗളകരമായ വേദവാണിയെ സ്വീകരിക്കട്ടെ. വേദമറിയുന്നവർക്കും ലോകത്തിനും ഞാൻ ഉപകാരമായി തീരട്ടെ. എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുകയും ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യട്ടെ എന്നാണ് 26-ാം അധ്യായത്തിൽ യജുർവേദത്തിലെ 2-ാമത്തെ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത്. പോരേന്റെ ഋഷി, ദേവത, ഇതൊക്കെ തന്നെ വൃത്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. ആ ശ്ലോകം ഒന്നുകൂടി ഇതാ പറയാം. യഥേമാം വാചം കല്യാണിമാവതാനി ജനേഭ്യ ബ്രഹ്മരാജന്യഭ്യാം ശൂദ്രായ ചാര്യായ ച സ്വായ ചാരണായ ച പ്രിയോ ദേവാനാം ദക്ഷിണായേ ദാദൂരിഹ പൂയാ സമയം മേ കാമം സമൃത്യാദാമുപ മാതോ നമതു. ഇതാണ് നമ്മൾ ശ്രുതി എന്ന് പറയുന്ന യജുർവേദത്തിൽ, ശ്രുതികളായിട്ടുള്ള വേദേതിഹാസങ്ങളിൽ വേദത്തിലെ യജുർവേദ 4 വേദങ്ങളിൽ യജുർവേദത്തിലെ 26-ാം അധ്യായത്തിൽ പറയുന്നത്. ഇതിനാണ് നാം പ്രാധാന്യം കൊടുക്കുന്നതും പ്രാവർത്തികമാക്കേണ്ടതും. അല്ലാതെ പണ്ടേതോ കാലത്ത് ഏത് രാജാവ് ഭരണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയ ഒരു ഭരണഘടനയ്ക്കല്ല, മനുസ്മൃതിക്കല്ല നാം പ്രാധാന്യം കൊടുക്കുന്നത്. ശ്രുതികൾക്കാണ്, വേദ ഇതിഹാസ പുരാണങ്ങൾക്കാണ് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങളെ എടുത്തുകൊണ്ടുവന്ന്
വിമർശിക്കാൻ ശ്രമിക്കുന്നവർക്ക് ചുട്ട മറുപടിയാണ് ഈ വേദത്തിലെ ഈ ശ്ലോകം എന്ന് നാം മനസ്സിലാക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.